ഇന്നത്തെ ക്ലാസ്സിൽ IFMലെ സെക്കൻഡ് മൊഡ്യൂളായ പ്രൈമറി മാർക്കറ്റിൻ്റെ ടോപ്പിക്കാണ് എടുക്കുന്നത്. പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു മാർക്കറ്റിൽ കമ്പനി അവരുടെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ സെക്യൂരിറ്റീസ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, പ്രൈമറി മാർക്കറ്റിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നു. ഫണ്ട് എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത്, കമ്പനിക്ക് ഗവൺമെൻറ്റിന് ഫണ്ട് എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് അപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റീസ് ഇതുപോലെ എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുന്നു. ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ ഫ്രഷ് ഇഷ്യൂ, കവറേജ്, ഇതിന് പ്രത്യേകിച്ച് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയും ഇൻവെസ്റ്റ് ചെയ്യുന്ന പബ്ലിക്കും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റാണ്. അതുപോലെ പ്രൈമറിയും സെക്കൻഡറി മാർക്കറ്റും തമ്മിലുള്ള മ്യൂച്വൽ ഡിപ്പെൻഡൻസ്, ലീഗൽ ഫോർമാലിറ്റീസ്, പിന്നെ ലോങ് ടേം ഫണ്ട്സ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇതിനൊക്കെയും പ്രൈമറി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഫങ്ഷൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ് മെയിനായിട്ട് 4 ഫങ്ഷനാണുള്ളത്: ഒറിജിനേഷൻ, പ്രൊപ്പഗേഷൻ, അണ്ടർ റൈറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ. Origination refers to the work of investigation, analysis and processing of new proposals. പുതിയതായിട്ട് സെക്യൂരിറ്റീസ്, അത് ഏത് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നു, ഏത് ടൈമിലാണ് ആ ഒരു ഇഷ്യൂ നടത്തേണ്ടത്, അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്, അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെയും കവർ ചെയ്യുന്നത് ഒറിജിനേഷൻ എന്ന ഫങ്ഷനിലാണ്. അതായത് ഇതിനെക്കുറിച്ചിട്ട് ആ ഒരു പുതിയ പ്രൊപ്പോസൽ, പുതിയ ഇഷ്യൂ നടത്തുന്നതിന് മുന്നേ തന്നെ എന്താണ്, ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. അതായത് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും, അവരുടെ എക്കോണമി എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ആ വക കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ, അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണ് ഇവർ ഈ ഒരു ഇഷ്യൂ നടത്തുന്നത്. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഇഷ്യൂവിൽ പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസാണ് മിക്ക ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ലോ റിസ്ക് ആയതുകൊണ്ടാണ് അവരത് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഹൈ റിസ്ക് പ്രിഫർ ചെയ്യുന്നവർ ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. അവർ അതുകൊണ്ട് ഇക്വിറ്റി ഷെയർസാണ് അവർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അടുത്ത ടൈമിംഗ് ഓഫ് ഇഷ്യൂ. മാർക്കറ്റിൽ ഈ സെക്യൂരിറ്റീസൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ടൈമും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ പ്രോസ്പെരിറ്റി എന്ന് പറയുന്ന പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്കോണമി വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നൊരു പീരീഡ്. ആ ഒരു സമയത്ത് ഓവർ സബ്സ്ക്രിപ്ഷനാണ്. എന്ന് വെച്ചാൽ ഓർഡിനറി ഷെയർസ് ഉണ്ടല്ലോ, സാധാരണ ഷെയർസിന് പോലും അപ്പോൾ അതിലോട്ട് വരെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഓവർ സബ്സ്ക്രിപ്ഷൻ ആവും. പക്ഷേ ഡിപ്രഷൻ പീരീഡിലാണെങ്കിൽ ഡിബഞ്ചേഴ്സാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. മൂന്നാമത്തേത് പ്രൈസിങ് ഓഫ് ഇഷ്യൂ. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹൈ പ്രൈസാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അവിടെ അണ്ടർ സബ്സ്ക്രിപ്ഷന് കാരണമാവും. പക്ഷേ നമ്മൾ ടാക്ട്ഫുള്ളി എന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റേഴ്സ് പർച്ചേസ് ചെയ്യും, അവരിതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പർച്ചേസ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. അപ്പം രണ്ടാമത്തെ ഫങ്ഷൻ പ്രൊപ്പഗേഷൻ. Propagation is the process of informing or educating the prospective investors about the prospects of an investment opportunity by highlighting the features of the issue. സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യും, ഇൻവെസ്റ്റേഴ്സിന് ഈ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷനാണ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഇൻവെസ്റ്റേഴ്സിന് എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണോ ഉള്ളത്, ഏത് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിൻ്റെ ഇൻഫർമേഷൻസ് എത്തിക്കുന്നത് പ്രസ് റിലീസ്, അഡ്വർടൈസ്മെൻറ്റ്, ഇലക്ട്രോണിക് മീഡിയ, ഇത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റേഴ്സിന് ഇൻഫർമേഷൻസ് എത്തിക്കുന്നത്. അടുത്ത മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ് അണ്ടർ റൈറ്റിംഗ്. ഇത് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്, നോക്കി വയ്ക്കുക. ഓക്കെ, അണ്ടർ റൈറ്റിംഗ് ഇസ് എ കൈൻഡ് ഓഫ് ഗ്യാരണ്ടി അണ്ടർടേക്കൻ ബൈ എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഫേം ഓഫ് ബ്രോക്കേഴ്സ് എൻഷ്യൂറിംഗ് ദി മാർക്കറ്റബിലിറ്റി ഓഫ് ആൻ ഇഷ്യൂ. ഇതൊരു കൈൻഡ് ഓഫ് ഗ്യാരണ്ടിയാണ്. ഇത് ഏറ്റെടുക്കുന്ന ആരാണ്, ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഒരു ഫേം ആവാം. It is a contract of guarantee whereby the guarantor agrees to the issuing company that he would purchase a certain specified number of shares in the event of them not being invested by the public.
എന്ന് വെച്ചാൽ പബ്ലിക് ഇൻവെസ്റ്റ് ചെയ്യാത്ത, പബ്ലിക് മേടിക്കാത്ത ഷെയർസ് മേടിക്കുന്ന വ്യക്തിയാണ് അണ്ടർ റൈറ്റർ. അതായത് കമ്പനി ആദ്യം ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഷെയർസ് ഇഷ്യൂ ചെയ്യുമല്ലോ. ഇഷ്യൂ ചെയ്ത ഷെയർസ് പബ്ലിക് എന്ത് ചെയ്യും, അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ആ മിനിമം സബ്സ്ക്രിപ്ഷന് പുറമേ ബാക്കിയുള്ള ഷെയർസിനെ, ഒരു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ്, ബാക്കിയുള്ള ആ ഒരു നമ്പർ ഓഫ് ഷെയർസിനെ ആര് പർച്ചേസ് ചെയ്യും? ഈ ഒരു അണ്ടർ റൈറ്റർ. ആ ഒരു പേഴ്സണോ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും. ഓക്കെ, അതിന് ഇയാൾക്ക് എന്ത് കിട്ടും? ഈ ഒരു അണ്ടർ റൈറ്ററിന് ഒരു കമ്മീഷൻ കിട്ടും. അതിനെയാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അണ്ടർ റൈറ്റിങ്ങിനെ തന്നെ 4 തരത്തിലാണ് വീണ്ടും തിരിക്കുന്നത്. സ്റ്റാൻഡ് ബൈ അണ്ടർ റൈറ്റിംഗ്. സ്റ്റാൻഡ് ബൈ അണ്ടർ റൈറ്റിംഗ് ഇസ് വൺ ഇൻ വിച്ച് അണ്ടർ റൈറ്റർ enters into an agreement with the issuing company to take all such securities as are not absorbed by the market or to take up certain portion of the security issue. സ്റ്റാൻഡ് ബൈ അണ്ടർ റൈറ്റിങ്ങിൽ പബ്ലിക്കിന് ആദ്യം ഇനിഷ്യൽ പബ്ലിക് ഓഫർ വഴി ഷെയർസ് ഇഷ്യൂ ചെയ്യും. പബ്ലിക്കിന് ആദ്യം തന്നെ എന്ത് ചെയ്യും? ഈ ഒരു ഫസ്റ്റ് ആയിട്ട് പുതിയ ഷെയർസ് എന്ത് ചെയ്യും? IPO വഴി ഷെയർസ് ഇഷ്യൂ ചെയ്യും. ഇഷ്യൂ ചെയ്തിട്ട് അതിൽ വാങ്ങിക്കാതെ ബാക്കിയുള്ള ഷെയർസ് കാണുമല്ലോ, അത് പർച്ചേസ് ചെയ്യുന്ന ഇൻവെസ്റ്റ് ബാങ്കുകളുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള അണ്ടർ റൈറ്റിങ്ങിനെയാണ് സ്റ്റാൻഡ് ബൈ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു അണ്ടർ റൈറ്റിംഗ് ആണ്. അടുത്തത് ഔട്ട്റൈറ്റ് പർച്ചേസ്. ഔട്ട്റൈറ്റ് പർച്ചേസ് മീൻസ് ദി അണ്ടർ റൈറ്റേഴ്സ് ബൈ ദി ഹോൾ ഇഷ്യൂ ഔട്ട്റൈറ്റ് ആൻഡ് മേക്ക് ദി പേയ്മെൻറ്റ് thereof. Thereafter they arrange to sell them to investors through their own organization. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് അണ്ടർ റൈറ്റിങ്ങിൽ അണ്ടർ റൈറ്റേഴ്സ് എന്ത് ചെയ്യും? മുഴുവനായിട്ടും എത്ര ഷെയർസ് ആണുള്ളത് അത് കംപ്ലീറ്റ്ലി ഫുള്ളി പേയ്മെൻറ്റ് അടച്ച് എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും. എന്നിട്ട് അയാളുടെ സ്വന്തം റിസ്കിൽ തന്നെ എന്ത് ചെയ്യും? അയാളുടെ ഓർഗനൈസേഷനിലൂടെ ആ ഷെയർസ് റീസെല് ചെയ്യുമെന്നുള്ളതാണ്. മൂന്നാമത്തത് ജോയിൻ്റ് അണ്ടർ റൈറ്റിംഗ്. ജോയിൻ്റ് അണ്ടർ റൈറ്റിംഗ് refers to joining together of underwriters to underwrite the issue where capital issue involves a large amount of funds. ജോയിൻ്റ് അണ്ടർ റൈറ്റിംഗ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ അണ്ടർ റൈറ്റേഴ്സിനെ കമ്പനി തന്നെ അപ്പോയിൻറ്റ് ചെയ്യും. സെക്യൂരിറ്റീസ് അണ്ടർ റൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതായത് മെയിനായിട്ട് വലിയ തരത്തിലുള്ള ഇഷ്യൂ ഒക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ റിസ്ക് കൂടുതലുള്ള സമയത്താണ് ഇത്തരം ജോയിൻ്റ് അണ്ടർ റൈറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതിലൂടെ സിംഗിൾ ആയിട്ടുള്ള ഒരു അണ്ടർ റൈറ്ററിന് എന്തൊക്കെ റിസ്ക് ആണോ, റിസ്ക് മെയിനായിട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവരുടെ ബേർഡൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ന്യൂമറസ് ആയിട്ടുള്ള അണ്ടർ റൈറ്റേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ജോയിൻറ്റ് അണ്ടർ റൈറ്റിംഗ്. നാലാമത്തത് സിൻഡിക്കേറ്റ് അണ്ടർ റൈറ്റിംഗ്. സിൻഡിക്കേറ്റ് അണ്ടർ റൈറ്റിംഗ് ഇസ് വൺ ഇൻ വിച്ച് എ നമ്പർ ഓഫ് അണ്ടർ റൈറ്റേഴ്സ് എൻറ്റേഴ്സ് ഇൻ ടു എൻ എഗ്രിമെൻറ്റ് എമോങ് ദംസെൽസ് ടു അണ്ടർ റൈറ്റ് എ ലാർജ് ആൻഡ് റിസ്കി ഇഷ്യൂ. സിൻഡിക്കേറ്റ് അണ്ടർ റൈറ്റിംഗ് എന്ന് വെച്ചാൽ 2ൽ കൂടുതൽ അണ്ടർ റൈറ്റേഴ്സ് ഒരുമിച്ച് ചേരുന്നു, അവരൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു. മെയിനായിട്ട് അവർ എഗ്രിമെൻറ്റിൽ ഇത്തരം അണ്ടർ റൈറ്റേഴ്സ് ഒരുമിച്ച് വരുന്നത് ലാർജും റിസ്കി ഇഷ്യൂസൊക്കെ നടത്തുന്ന സമയത്താണ്. സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതൊക്കെ വലിയ ലാർജ് എമൗണ്ട് ഓഫ് ഫണ്ട്സാണ് അവർ ക്യാരി ചെയ്യുന്നത്, അല്ലെങ്കിൽ റിസ്കിൻ്റെ ഇത് കൂടുതലാണ് എങ്കിൽ സിൻഡിക്കേറ്റ് അണ്ടർ റൈറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് 2 എഗ്രിമെൻ്റ് ആണുള്ളത്. ഒന്ന് ഇഷ്യൂവറും അണ്ടർ റൈറ്ററും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ്, രണ്ടാമത്തത് അണ്ടർ റൈറ്റേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു എഗ്രിമെൻറ്റ്. ഓക്കെ, ഫൈനലി ഡിസ്ട്രിബ്യൂഷനാണ് നാലാമത്തെ ഫംഗ്ഷൻ. The sale of securities to the ultimate investors is known as distribution. അപ്പം ആദ്യം എന്തായി? അവർ പ്രപ്പോസൽ നോക്കി അതിനെ ഏറ്റെടുത്തു, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി, അത് ഏത് ടൈപ്പ് ഓഫ് ഇഷ്യൂ ആണ് നടത്തേണ്ടത്, അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ ടൈമിങ് എപ്പോഴാണ് ആ ഒരു ഇഷ്യൂ നടത്തേണ്ടത്. രണ്ടാമത്തത് പ്രൊപ്പഗേഷനിൽ ഇൻവെസ്റ്റേഴ്സ്, അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് പ്രോപ്പർ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തു. മൂന്നാമത്തെ ഫംഗ്ഷൻ അണ്ടർ റൈറ്റിംഗ്, ആരൊക്കെയാണ് അണ്ടർ റൈറ്റ് ചെയ്യേണ്ടത്, മിനിമം സബ്സ്ക്രിപ്ഷനുള്ള കമ്പനിയുടെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. നാലാമത് എന്താണ്? അൾട്ടിമേറ്റ് ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതാണ് ഡിസ്ട്രിബ്യൂഷനിൽ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൽ പറയുന്നത്, വേറെ ഒന്നുമില്ല. ഇത് വളരെ സിമ്പിളാണ്. ഈ ഒരു ഫങ്ഷൻസ് എല്ലാവരും കൂടി വായിച്ച് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു.